എല്ലാവർക്കും നമസ്കാരം. ഒരാമുഖവും ഈ ചർച്ചയ്ക്ക് ആവശ്യമില്ല എന്നെനിക്കറിയാം. ശശി തരൂരിന്റെ ലോകം എന്താണെന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നവരെ ഒരൊറ്റ വരി കൊണ്ടുപോലും ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം ശശി തരൂർ, മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കേൾക്കുന്ന ആൾക്ക് ഒരു സംശയവുമില്ലാതെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണ് താങ്കൾ, അല്ലേ? താങ്ക് യു. അതാണ് എന്റെ വിശ്വാസം. പക്ഷെ ചിലര് പറയുന്നു, അയ്യോ ഇയാൾ പറയുന്നത് മനസ്സിലാവുന്നില്ല, ഡിക്ഷണറി കൊണ്ടുവരണം. സത്യമല്ല. ഞാൻ നേരിട്ട് പറയുന്ന ഒരാളാണ്, സാധാരണ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ്. ട്രോളുകൾ ചില കാര്യങ്ങൾ പറയും, അതിന് ഞാനും അതിൻ്റെ കളിക്കും ചേർക്കും. പക്ഷെ അല്ലെങ്കിൽ ഞാൻ മനസ്സിലുള്ളത് നേരിട്ട് പറയുന്നത് മാത്രമല്ല, അത് പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിലേ പറയണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ ഒക്കെ മനസ്സിലുണ്ടാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരു റാപ്പിഡ് ഫയർ പോലെ അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടാവും. അത് ആദ്യം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് സ്വതന്ത്രമായി കുറച്ചുകൂടി വിശാലമായി അങ്ങയുടെ ലോകത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാൻ പറ്റുന്നു. ഞാൻ അങ്ങനെ ഒരു റാപ്പിഡ് ഫയർ പോലെ ആദ്യം ഒരു 5-6 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. 100 പ്രാവശ്യം ചോദിച്ച ചോദ്യം ഞാൻ ഷാനി പ്രഭാകരൻ ഇല്ല, ഞാൻ നേരിട്ടേ ചോദിക്കുള്ളൂ. ഏറ്റവും ആദ്യത്തെ ചോദ്യം, ശ്രീ ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിടുമോ? എന്നോട് മാത്രം ഇങ്ങനൊരു ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് 16 വർഷമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയോടെ 16 വർഷങ്ങളായി. ഇടയിൽ ഒരു 100 പ്രാവശ്യമെങ്കിലും ആൾക്കാർ റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഇവിടെ പോവും, ആ പാർട്ടിക്ക് മാറും, ഈ പാർട്ടി വിടും. ഇതിന് വല്ല പ്രസക്തി ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഷാനിക്കൊരു പുതിയൊരു ഷാനി ചോദ്യം ചോദിക്കും. ഇതുവരെ ആരുടെയും മുന്നിൽ ഉത്തരവില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അത് പിന്നെയും വരുന്നത്. ഇല്ല, ഉത്തരം കൊടുത്തിട്ട് മടുത്തു എന്നാണ് സത്യം പറയുന്നത്. ഈ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ആ ചോദ്യത്തിന് നേരിട്ട് ഉത്തരം കൊടുത്തൂടെ? എനിക്ക് നേരിട്ട് പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഞാൻ നേരിട്ട് ഞാൻ എന്താ എവിടെ ഇരിക്കണം? ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു MP ആയിട്ട് പാർലമെന്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിടാൻ ഒരു വിരലും കൂടി ഇതുവരെ എടുത്തിട്ടില്ല. ആരും എന്നെ വിടാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അല്ല, അത് ഞാൻ പറയുന്നില്ല, സോറി. ചിലവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ